ഇന്നലെ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസമാണ് വലിയൊരു വിവാദം വന്നത്. എം.വി. ഗോവിന്ദൻ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പ്രസ്താവനയാണത്. ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ RSസുമായി സഹകരിച്ചിട്ടുണ്ടെന്ന്. അദ്ദേഹം ഈ ഒരു ഇലക്ഷന്റെ തലേ ദിവസം തന്നെ ഇങ്ങനൊരു വിവാദം എടുത്തിട്ടത് എന്തിനായിരിക്കും? എടുത്തിട്ടതിന്റെ പിന്നിൽ രണ്ട് കാര്യങ്ങളാണല്ലോ നമുക്ക് ആകെ അതിനകത്തുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. ഒന്ന്, എം.വി. ഗോവിന്ദൻ ഇത് ശരിയാണെങ്കിൽ വളരെ ധൈര്യത്തോടുകൂടി എം.വി. ഗോവിന്ദൻ ഇലക്ഷന്റെ തലേദിവസം ഇത് പറയുന്നു എന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷെ അത്തരത്തിലുള്ള ഒരു കാര്യം ഒരിക്കലും സംഭവിക്കില്ല. കാരണം എന്ന് വെച്ചാൽ ഒന്ന്, ഇതിൽ വസ്തുതാപരമായി തന്നെ ചില പെശകുകളാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം അന്ന് ഇവരുമായി സഹകരിച്ചത് ജനതാ പാർട്ടിയുമായി ചേർന്നാണ്. ഈ ജനതാ പാർട്ടി എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ അതിന്റെ വിശദാംശങ്ങളിൽ കിടക്കുന്നില്ല. ഷിബിലി 6ഓളം പാർട്ടികൾ ചേർന്ന് ആ പാർട്ടികൾ പിരിച്ചുവിട്ടുകൊണ്ട് രൂപീകരിച്ച ഒരു സംവിധാനമാണ്. അപ്പൊ അതിനകത്ത് BJPയുടെ പഴയ രൂപമായിട്ടുള്ള ജനസംഘം ഉണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അത് ഫാക്ച്വലി തന്നെ റോങ് ആണ്. എന്ന് പറഞ്ഞാൽ വസ്തുതാപരമായി തന്നെ അങ്ങേറ്റം തെറ്റാണ്. പിന്നെ ജനതാ പാർട്ടിയുമായി സഹകരിച്ചു എന്ന് പറയുന്നതിന് പകരം അദ്ദേഹം പറഞ്ഞത് RSSുമായി സഹകരിച്ചു എന്നാണ്. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഭിലാഷ് മോഹനാണല്ലോ ഈ ഇന്റർവ്യൂ കൊടുക്കുന്നത്. അപ്പൊ അഭിലാഷ് മോഹൻ ഒരു നമുക്കറിയാം ഏത് ഭാഗത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണ്. എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു ബ്രോഡർ ലെഫ്റ്റ് ആണ്. പക്ഷെ അഭിലാഷ് മോഹൻ സ്വന്തം പണി ഭംഗിയായിട്ട് ചെയ്യുന്നതാണ്. പക്ഷെ സാധാരണ ഒരു അഭിമുഖക്കാരൻ അത്തരത്തിലുള്ള ഒരു കാര്യം കിട്ടുമ്പോൾ വലിയ സന്തോഷിക്കുകയാണ് ചെയ്യുക. ഇപ്പൊ ഞാനാണ് ഇന്റർവ്യൂ ചെയ്യുന്നതെങ്കിൽ ഞാൻ സന്തോഷിക്കും. കാരണം വിവാദമാകാൻ സാധ്യതയുള്ള ഒരു കാര്യം തീർച്ചയായിട്ടും കിട്ടുമ്പോൾ ഏതൊരു അഭിമുഖക്കാരനും അത് സെല്ലിംഗ് പോയിന്റ് അതാണ്. അപ്പൊ അത്തരത്തിൽ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കാര്യം കിട്ടിയാൽ സന്തോഷിക്കും. ഇപ്പൊ ഞാൻ രാജഗോപാലുമായിട്ട് ഇന്റർവ്യൂ ചെയ്തപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നിയത് തുറന്ന് പറയാം. കുമ്മനം രാജശേഖരൻ വെറും വർഗീയവാദിയാണ്, ഈ വർഗീയവാദം കൊണ്ട് ഇവിടെ ജയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എന്റെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഓൺ റെക്കോർഡ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുപോലെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് തോന്നുന്നത്. പക്ഷെ ഇവിടെ അഭിലാഷ് മോഹൻ ഇദ്ദേഹത്തെ തിരുത്താൻ പോകുന്നുണ്ട്. ഇദ്ദേഹം തിരുത്താൻ പോകുന്നത് ഇത് വലിയ വിവാദമാകാൻ പോകുന്ന കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അത്ര. അപ്പൊ വേദന വീണ്ടും ഈ പറയുന്ന എം.വി. ഗോവിന്ദൻ ചോദിക്കുന്നത് അത് വിവാദമാണെങ്കിൽ അങ്ങോട്ട് ആകട്ടെ, സത്യം പറഞ്ഞിട്ട് വിവാദമാണെങ്കിൽ ആകട്ടെ എന്നാണ്. സോ ഇതിന്റെ പിന്നിൽ ഈ എം.വി. ഗോവിന്ദൻ പല മണ്ടത്തരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. മൈക്കിനെ കുറിച്ച് അദ്ദേഹം പ്രഭാഷണം നടത്താറുണ്ട്. അങ്ങനെ പല മണ്ടത്തരങ്ങളും പറയാറുണ്ട്. മനസ്സിലായ, നിങ്ങൾ ഈ സദസ്സിൽ വന്നിരിക്കുന്നത് നിങ്ങൾ എന്നെ കാണുന്ന നിങ്ങളല്ല, നിങ്ങളെ കാണുന്നത് എന്നെയാണ് ഞാൻ കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യാറുണ്ട്, പ്രസംഗിക്കാറുണ്ട്. ഇത് തന്നെയാണ് മറ്റേ നമ്മുടെ കൈലാസം എന്ന് പറഞ്ഞിട്ടൊരു ഭൂലോക ഫ്രോഡ്, ഒരു രാജ്യമുണ്ടാക്കി എന്ന് പറയുന്ന മറ്റേ നിത്യാനന്ദ എന്ന് പറയുന്ന ഒരുത്തനൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം അതാണ്. അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ ഇത് യഥാർത്ഥത്തിൽ എം.വി. ഗോവിന്ദൻ ഒരു സ്ട്രാറ്റജിക്കായി തന്ത്രപരമായി പറഞ്ഞതുമല്ല. അപ്പൊ അത് ഞാൻ വിചാരിച്ചൊരു തന്ത്രപരമായി പറഞ്ഞതാണ്. കാരണം BJPയുടെ വോട്ടുകളെ കൂടെ കിട്ടിക്കോട്ടെ. അതുമല്ല, കാരണം എന്ന് വെച്ചാൽ അങ്ങനെ തന്ത്രപരമായി പറഞ്ഞതാണെങ്കിൽ പിന്നെ വൈകുന്നേരം 6 മണിക്ക് പിണറായി വിജയൻ വന്ന് 7 മണി വരെയുള്ള സമഗ്രമായ ഒരു പത്രസമ്മേളനം നടത്തില്ല. പിണറായി വിജയന്റെ പത്രസമ്മേളനം അതിഗംഭീരമായിരുന്നു, അത് പറയാതിരിക്കാൻ വയ്യ. അപ്പൊ അതിനുള്ള കാര്യങ്ങളോട് നമ്മൾ യോജിക്കുന്നുണ്ടോ വിയോജിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള വേറെ കാര്യമാണ്. പക്ഷെ വളരെ വളരെ കൃത്യമായ കോൺക്രീറ്റ് ആയിട്ടുള്ള എല്ലാ പോയിന്റുകളും പറഞ്ഞിട്ടുള്ള പത്രസമ്മേളനമാണ്. നമ്മൾ തമ്മിൽ സംസാരിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഇതിനെ കൃത്യമായിട്ട് CPM-നെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പൊ അതിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് വസ്തുത. എന്ന് പറഞ്ഞാൽ ഇവര് പലപ്പോഴും കോലീബി സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. കോൺഗ്രസ് ആണ് ഇത്തരത്തിൽ RSSനെ വളർത്താൻ കുറച്ചുകൂടി സഹായം ചെയ്തിട്ടുള്ളത്. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് RSSനോട് സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ബാബറി മസ്ജിദും അയോധ്യയുമായിട്ടുള്ള തർക്കത്തിൽ അയോധ്യ ക്ഷേത്രം പൂജകൾക്ക് വേണ്ടി തുറന്നു കൊടുത്തത് കോൺഗ്രസ് ആണ്. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ പറയാനുണ്ട്. അപ്പൊ അതാണ് വസ്തുത. അപ്പൊ അങ്ങനെ വസ്തുതയല്ലാത്തൊരു കാര്യം പോലും എന്തിനു എം.വി. ഗോവിന്ദൻ പറഞ്ഞു എന്ന് ചോദിച്ചാൽ അതിന്റെ പിന്നിലാണ് ഷിബിലി ഇതുവരെ ആരും പറയാത്തൊരു കാര്യം എനിക്ക് പറയാനുള്ളത്. അത് യഥാർത്ഥത്തില് PV അൻവർ എങ്ങനെ പുറത്തുപോയി എന്നറിയോ? PV അൻവർ പുറത്തു പോയിട്ടുള്ള എല്ലാ പാർട്ടി മീറ്റിങ്ങുകളിലും അദ്ദേഹം നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നത് നിരവധി ആളുകൾ പുതുതായി വരാനുണ്ട്, അതുകൊണ്ട് നമ്മൾ സ്ഥാനമാനങ്ങളൊന്നും ഇപ്പൊ തീരുമാനിക്കുന്നില്ല, കമ്മിറ്റി പോലും ഉണ്ടാക്കുന്നില്ല. കാരണം അങ്ങനെ ആ പുതിയ ആളുകൾ വരുമ്പോൾ അല്ലെങ്കിൽ ഇപ്പൊ വെച്ചിട്ടുള്ള ആളുകൾ മാറിക്കൊടുക്കേണ്ടി വരുമ്പോൾ അത് വലിയ തോതിൽ പ്രശ്നമുണ്ടാക്കും എന്നൊക്കെയാണ് പല മീറ്റിങ്ങുകളിലും പറഞ്ഞിട്ടുള്ളത്. അതിന്റെ കാരണം CPM-ൽ ഒരു വലിയ വിഭാഗം PV അൻവറിന് പിന്തുണ കൊടുത്തിരുന്നു. അതായത് PV അൻവർ പുറത്തേക്ക് പോയാൽ ഞങ്ങളും കൂടി പുറത്തേക്ക് വരും എന്ന് പറയുന്ന ഒരു സൂചനയൊക്കെ കൊടുത്തിരുന്നു. പക്ഷെ ആ സൂചന കൊടുത്തതിന് ശേഷവും നമുക്കറിയാം ആരും പുറത്തേക്ക് വന്നില്ല. പുറത്തേക്ക് വരാത്തത് പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവോട് ഇരിക്കുന്നതുകൊണ്ടാണ്, അദ്ദേഹത്തിന്റെ വിജിലൻസ് ഉള്ളതുകൊണ്ടാണ്, മറ്റു നിരവധി തെളിവുകൾ ഇവർക്ക് പലർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങളുള്ളതുകൊണ്ടാണ് അവരാരും അനങ്ങാത്തത്. അപ്പൊ അതുകൊണ്ട് അവർ പുറത്തേക്ക് വന്നില്ല. ഏതാണ്ട് ആ സിറ്റുവേഷനിലേക്ക് വീണ്ടും പാർട്ടിയിൽ ഒരു റിവോൾട്ട് ഉണ്ടാകുന്നു, ഒരു കലാപം ഉണ്ടാകുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് വളരെ നിശബ്ദമായി ഉണ്ടാകും. ആ ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ട് അതായത് M.A. ബേബി സെക്രട്ടറിയായി മാറി, അഖിലേന്ത്യാ സെക്രട്ടറി. M.A. ബേബി അഖിലേന്ത്യാ സെക്രട്ടറിയായി മാറിയപ്പോൾ ഒരു അധികാര കേന്ദ്രം കൂടി കേരളത്തിൽ നിന്ന് പോകും. കേരളത്തിലെ ചാർജ് M.A. ബേബി വേറെ ആർക്കും കൊടുത്തില്ല. അപ്പൊ അങ്ങനെ കൊടുക്കാത്തപ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും ഇവിടെ പിണറായി ഇപ്പൊ എന്തൊക്കെ തന്നെ പറഞ്ഞാലും നമുക്കറിയാലോ, പിണറായി വിജയന്റെ ഒരു അപ്രമാദിത്വം അംഗീകരിക്കാൻ എല്ലാവർക്കും ഉള്ളുകൊണ്ട് ഇഷ്ടമൊന്നും
ഉണ്ടാവില്ല, വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ അത്തരത്തിൽ ഇവിടെ ഇപ്പോ ഈ യഥാർത്ഥത്തിൽ ഇപ്പൊ നടക്കാൻ പോകുന്ന നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ അവിടെ യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താ, വോട്ടിംഗ് പെർസെൻറ്റേജ് ഒക്കെ കാരണമായി കുറയുമെങ്കിൽ പോലും വേണമെങ്കിൽ എം സ്വരാജ് ജയിക്കാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു സ്വീപ്പിംഗ് വിക്ടറി UDF ഉണ്ടാവില്ല എന്ന് എന്തായാലും ഉറപ്പായിട്ടുണ്ട്. മനസ്സിലായി? അപ്പൊ അങ്ങനെ ഉണ്ടാവില്ല എന്ന് ഉറപ്പാകുമ്പോൾ MV ഗോവിന്ദൻ അങ്ങനെ അവിടെ ജയിക്കണ്ട എന്ന് തന്നെ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. കാരണം അല്ലാതെ ഇത്തരത്തിലുള്ള ഒരു മണ്ടത്തരം അദ്ദേഹം പറയില്ല. ഒന്നാമത്തെ ഒരു ചോദ്യത്തിന് ഉത്തരമായി പോലും അല്ല പറഞ്ഞു. ചോദ്യത്തിന് ഉത്തരമല്ലാതെ തന്നെ ഇത്തരം ഒരു കാര്യം അദ്ദേഹം പറയില്ല. പറഞ്ഞാൽ തന്നെ അത് വേണമെങ്കിൽ ഒഴിവാക്കാൻ കഴിയും. കാരണം അഭിലാഷ് മോഹൻ അദ്ദേഹത്തെ ഈ പറയുന്ന പോലെ അലർട്ട് ആക്കുന്നുണ്ട്, ഇത് വലിയ തോതിൽ വിവാദം ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. പിന്നെ രണ്ടാമത് ജനതാ പാർട്ടിയുമായിട്ടാണ് സഹകരിച്ചത്. അപ്പൊ RSS എന്ന് പറയേണ്ട കാര്യമില്ല. RSSന്റെ നേതാക്കളൊക്കെ RSS മറ്റേ ജനസംഘം പിരിച്ചുവിട്ടുകൊണ്ട് ആ നേതാക്കളൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊന്നും അറിയാത്ത ഒരാളാണ് MV ഗോവിന്ദൻ എന്ന് ഞാൻ വിചാരിക്കുന്നത് പിണറായി വിജയന് തീർച്ചയായിട്ടും ഒരു അപ്രമാദിത്വം കൂടും. വേണമെങ്കിൽ ഒരു മുഹമ്മദ് റിയാസിലേക്ക് പോലും ഭരണം വേണമെങ്കിൽ പോയേക്കാം. കാരണം ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വീണ്ടും ജയിച്ചാൽ അദ്ദേഹത്തിന്റെ പിടി ഒന്നുകൂടി കൂടും, അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടി ഒരു അധികാരമോ അതല്ലെങ്കിൽ പാർട്ടിയോ ഒക്കെ അദ്ദേഹത്തിന്റെ ഉള്ളംകൈയിലേക്ക് ഒതുങ്ങും എന്ന് പറയുന്ന ചിന്തയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു നടപടിയായിട്ട് മാത്രമാണ് ഞാനിതിനെ വിചാരിക്കുന്നത്. അതുകൊണ്ട് MV ഗോവിന്ദൻ പറഞ്ഞത് ഇതാണ്, ഇത് പാർട്ടിക്കകത്ത് തന്നെയുള്ള ഒരു റിവോൾട്ടാണ്, ഒരു കലാപമാണ്. ആ കലാപം പക്ഷേ പിടിച്ചേക്കാൻ MV ഗോവിന്ദന് പറ്റിയില്ല. കാരണം അദ്ദേഹം വീണ്ടും തിരുത്തി പറയേണ്ടി വന്നു എന്ന് മാത്രമല്ല 6 മണി മുതൽ 7 മണി വരെ വളരെ സമഗ്രമായി അതിഗംഭീരമായി കോൺഗ്രസിന്റെ വാദങ്ങളെ പിണറായി വിജയൻ പൊളിച്ചെടുക്കുക എന്നുള്ള കാര്യത്തിലൊന്നും ഒരു സംശയം ഇല്ല. പിന്നെ കോൺഗ്രസിന് ഒന്നും പറയാനുള്ള അർഹതയില്ല ശിവലി. കാരണം ഇവിടെ കേരളത്തിലെ പോലും ഇപ്പൊ ഏറ്റവും ഒടുവിൽ എന്റെയൊക്കെ ഓർമ്മയിൽ പോലും KP ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞാൽ വളരെ തടിയുള്ള ഒരു നേതാവ് ഉണ്ടായിരുന്നു, വലിയ തോതിൽ വളരെ മിടുക്കനായിട്ടുള്ള ഒരു ആൾ. അദ്ദേഹം ശരിക്കും അവിടെ വടകരയിൽ നിന്ന് മത്സരിക്കുമ്പോൾ പോലും അവിടെ കോലീബി സഖ്യമുണ്ട് എന്ന് പറഞ്ഞാൽ കോൺഗ്രസും ലീഗും BJP തമ്മിലുള്ള സഖ്യമുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സഖ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഫാക്റ്റാണ്. ആ ഫാക്റ്റിനെ ഒന്നും അതിജീവിക്കാൻ കോൺഗ്രസിനോ വെടിസഹിച്ചൊന്നും കഴിയില്ല. അപ്പൊ പക്ഷെ ഇത് പാർട്ടിക്കുള്ളിൽ തന്നെ ഇത്തരത്തിൽ ഒരു അപ്രമാദിത്വത്തിലേക്ക് പിണറായി വിജയൻ പോകണ്ട. ഇവിടെ ജയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ജയിച്ചില്ലെങ്കിൽ ഒരു ചെറിയ തോതിലുള്ള ബുദ്ധിമുട്ട് പിണറായി വിജയൻ ഉണ്ടാവും. ജയിച്ചാൽ പിണറായി വിജയന്റെ അധികാരം ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കപ്പെടും എന്നുള്ള ഭയത്തിൽ നിന്നാണ് ഈ കാര്യം ഉണ്ടായിട്ടുള്ളത്. ഇതിനി വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുമോ? ഘടകങ്ങളും പരാജയപ്പെട്ടാൽ LDF ഇവിടെ പരാജയപ്പെട്ടാൽ പൊട്ടിത്തെറിയിലേക്കൊന്നും നീങ്ങില്ല. കാരണം നീങ്ങാനുള്ള ശക്തി CPM പാർട്ടിക്കകത്ത് ഒരു നേതാവിനും ഇല്ല. കാരണം അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഷിബിലിക്കറിയാം അപ്പുറത്ത് നിൽക്കുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിലാണ് വിജിലൻസ് ഉള്ളത്, അദ്ദേഹത്തിന്റെ കയ്യിലാണ് സ്പെഷ്യൽ ബ്രാഞ്ച് ഉള്ളത്, അദ്ദേഹത്തിന്റെ കയ്യിൽ ഈ പറയുന്ന എല്ലാ നേതാക്കന്മാരെ കുറിച്ചുമുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഇരിക്കുന്നുണ്ട്. ആ വിവരങ്ങളൊക്കെ വെച്ച് അദ്ദേഹം അവരോട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ PV അൻവറിനെ അകത്ത് നിന്ന് തന്നെ സപ്പോർട്ട് ചെയ്ത് പുറത്തേക്ക് വിട്ട ആളുകൾ പോലും പിന്നീട് നിശബ്ദരായതും PV അൻവറിനെ കൈവിട്ട് കളഞ്ഞതും. ഒരു സംശയമില്ല കാര്യത്തിൽ, മനസ്സിലായോ? അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെ ഉള്ള ആ ഒരു എങ്കിലും ആ കനൽ അവിടെ കിടക്കുന്നുണ്ട്. ആ കനലിന്റെ ഒരു ഈ പറയുന്ന പോലെ പുകച്ചിലാണ് ഗോവിന്ദൻ മാഷിനെ ആ ഇന്റർവ്യൂവിൽ കണ്ടത്. കാരണം കരുതി കൂട്ടി കൃത്യമായി അടിക്കാൻ ഗോവിന്ദൻ മാഷ് തീരുമാനിച്ചിരുന്നു. കാരണം ഇവിടെ ഒരു M സ്വരാജ് അങ്ങനെ അങ്ങോട്ട് ജയിച്ചു പോയാൽ, അത് M സ്വരാജിനോടുള്ള വിരോധം കൊണ്ടല്ല, ജയിച്ചു പോയാൽ അത് തീർച്ചയായിട്ടും ഈ പാർട്ടി പരിപൂർണമായും പിണറായി വിജയന്റെ അകത്തേക്കും അല്ലെങ്കിൽ മുഹമ്മദ് റിയാസിലേക്കും ഒക്കെ പോകും. ഇപ്പോഴുള്ള കാര്യം പോലും നഷ്ടപ്പെടും. ഇപ്പൊ പണ്ടൊക്കെ നമുക്കറിയാം ഒരു CPM പാർട്ടി സെക്രട്ടറി എന്ന് പറഞ്ഞാൽ പാർട്ടി സെക്രട്ടറിയാണ് വലുത്, അല്ലാതെ മുഖ്യമന്ത്രി പോലുമല്ല. പാർട്ടി സെക്രട്ടറി പറയുന്ന പോലെ ഭരണം നടത്താനേ മുഖ്യമന്ത്രിക്ക് കഴിവുള്ളൂ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. പിണറായിയാണ് പാർട്ടി, പിണറായിയാണ് CPM എന്ന് പറയുന്നത്, പിണറായിയാണ് മുഖ്യമന്ത്രി, എല്ലാം പിണറായിയാണ്. അപ്പൊ അതിൽ ഗോവിന്ദ മാഷൊക്കെ ഉള്ളത് പരിമിതമായ റോളാണ്. പക്ഷെ അതുകൊണ്ടാണ് അദ്ദേഹം ഇന്നലെ ഒരു ക്യാപ്റ്റൻ എന്നുള്ളതിലൊക്കെ ഞാൻ അദ്ദേഹത്തെ അനുമോദിക്കുന്നു. കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങളോട് വിയോജിപ്പ് അദ്ദേഹത്തെ വിമർശിക്കുന്ന ഒരാളുമാണ്. പക്ഷെ പ്രശ്നം ഒരു വളരെ കൃത്യമായി ഇന്നലെ അദ്ദേഹം വന്നത് ന്യായീകരിച്ച ആ രീതിയും ആ തന്ത്രവും എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഡാമേജ് കൺട്രോൾ അതിഗംഭീരമായി നടത്തിയിരിക്കുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ MV ഗോവിന്ദന്റെ ആ ഇന്റർവ്യൂവിൽ കണ്ടത്. അത് അഭിലാഷ് മോഹനെ പോലുള്ള ആളോട് പറയാനും MV ഗോവിന്ദൻ മുൻകൂട്ടി തീരുമാനിച്ചിരുന്നു. അല്ലാതെ ഒരു ചോദ്യം പോലും ഇല്ലാതെ അത്തരത്തിലുള്ള ഒരു ഉത്തരം തരില്ല. മനസ്സിലായി? ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിയുടെ കേസിൽ തന്നെ VD സൈസിനെ പറ്റിയത് ഒരു ചോദ്യം വന്നപ്പോൾ അതിന് ഉത്തരം പറയേണ്ടി വന്നതാണ്. മനസ്സിലായി? ജമാഅത്തെ ഇസ്ലാമി ഇത്ര അപകടകാരികളായ ഒരാളെ നിങ്ങൾ എന്തിനു കൂട്ടം ചേർക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവരങ്ങനെ അപകടകാരികളല്ല, അവര് എവിടെ ഏതെങ്കിലും വിധ്വംസ പ്രവർത്തനങ്ങളിൽ അവർ ഏർപ്പെട്ടിട്ടില്ല, ഒരു കലാപത്തിലും അക്രമത്തിലും ഏർപ്പെട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു വന്നു. അതൊക്കെ അങ്ങേറ്റം തെറ്റാണ്. അപ്പൊ അതുകൊണ്ട് അത്
ഒരു വലിയ കാര്യമായി അവതരിപ്പിക്കാനായിട്ട് കോൺഗ്രസ് ശ്രമിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. BJP എക്കാലത്തും CPM എതിർത്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലൊന്നും സംശയമില്ല. അതിനൊക്കെ കുറച്ചുകൂടി കുഴപ്പം വന്നേക്കുന്നത് ആ സമയത്തൊന്നുമല്ല. P. സുന്ദരയ്യയുടെയൊക്കെ എഴുത്തും ആ സമയത്തുള്ളതിനേക്കാളൊക്കെ കൂടുതൽ പ്രാക്ടിക്കൽ പൊളിറ്റിക്സിലേക്ക് CPM കടന്നിട്ടുള്ളത് ഇപ്പോഴാണ്. കാരണം അതുകൊണ്ടാണ് ഇവിടെ ജയിപ്പിച്ചു കൊടുത്തത്. ഇവിടെ തൃശ്ശൂർ ജയിപ്പിച്ചത്. CPI പോലും അത് കൃത്യമായിട്ട് പരാതിയുണ്ട്. സുനിൽകുമാർ എന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥിക്ക് പോലും പരാതിയുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ വസ്തുതയാണ്. അതൊക്കെ പ്രാക്ടിക്കൽ പൊളിറ്റിക്സിൽ ഇവരെല്ലാവരും തന്നെ ഒന്നാണ്. മനസ്സിലായോ? ഇപ്പൊ PV അൻവർ പറഞ്ഞിട്ടുള്ള കാര്യം, നോർത്ത് പറവൂരിൽ എന്തുകൊണ്ടാണ് ഒരു വലിയ ദുർബലമായിട്ടുള്ള സ്ഥാനാർത്ഥിയെ CPI ഇടുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ അത്തരത്തിൽ പിന്നെ ദല്ലാൽ നന്ദകുമാർ വന്ന് ഒരു വലിയ പത്രസമ്മേളനം നടത്തിയില്ലേ? ആ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ശരിയായിരുന്നു. ഏത് സുരേഷ് ഗോപി ജയിക്കുന്നതിന് മുമ്പ് അദ്ദേഹം വന്ന് പത്രസമ്മേളനം നടത്തി. എന്താ നടത്തിയിട്ട് പറഞ്ഞതെന്നറിയോ? സുരേഷ് ഗോപിയോട് ജയിക്കുമെന്ന് പറഞ്ഞേ. കാരണം LDF-ആയിട്ട് CPM-ആയിട്ട് ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ അവിടെ ജയിക്കൂ, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ ഞങ്ങൾ ജയിപ്പിച്ചോളാം എന്നാണ്. മനസ്സിലായോ? പിന്നെ അടുത്ത കാര്യം എന്താ അദ്ദേഹം പറഞ്ഞത്? മറ്റേ PC തോമസ് മത്സരിക്കുമ്പോൾ NDAയുടെ ഭാഗമായിട്ട് മത്സരിക്കുമ്പോൾ ഇതുപോലെ ജയിപ്പിച്ചു കൊടുത്തതാണ്. അവിടെ ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശത്ത് ഇസ്മായിൽ എന്ന് പറയുന്ന അന്നത്തെ അവിടുത്തെ ബാങ്കിന്റെ ഒരു പ്രസിഡന്റിനെയും CPM-ന്റെ ഏരിയ സെക്രട്ടറി ഒക്കെ ആയിരുന്നു അദ്ദേഹം. പിന്നീട് അദ്ദേഹത്തെയാണ് മൂവാറ്റുപുഴയിൽ മത്സരിക്കാൻ വിട്ടത്. അത് PC തോമസ് ജയിച്ചോട്ടെ എന്ന് വിചാരിച്ചതിനായിട്ടാണ്. ഇത്തരത്തിലുള്ള ഡീൽ ഉണ്ടാക്കിയിരുന്നു ദല്ലാൽ നന്ദകുമാർ പറയുന്നു. അപ്പൊ ദല്ലാൽ നന്ദകുമാറിനെ സംബന്ധിച്ചോളം രാഷ്ട്രീയക്കാരനല്ലാത്ത ഒരാൾ ഇത്തരം ഡീലുകൾക്ക് അദ്ദേഹത്തിന് അറിയാവുന്നതുകൊണ്ടാണ് അദ്ദേഹം കൃത്യമായിട്ട് വന്ന് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഒരു കാരണവശാലും അദ്ദേഹം പെട്ടെന്നൊരു കുക്കഡപ്പ് സ്റ്റോറി ഉണ്ടാക്കാൻ ഹൗസ് ഇരുന്നപ്പോൾ ഇതെല്ലാം റിസർച്ച് ചെയ്ത് ഉണ്ടാക്കിയതാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അതാണ് കോൺഗ്രസ് പറയേണ്ടിയിരുന്നത്. കോൺഗ്രസ് അല്ലാതെ മറ്റേ ഈ സമയത്ത്, അതായത് 1977-ലും 1975-ലും ഒക്കെ ഇതിന്റെ പുറകെ CPM പോയിരുന്നു എന്നുള്ളതല്ല പറയേണ്ടത്. ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രാക്ടിക്കൽ പൊളിറ്റിക്സിന്റെയും അധികാരം നിലനിർത്താൻ വേണ്ടി വിട്ടുവീഴ്ച ചെയ്യുന്നതിനെയുമാണ് വിമർശിക്കേണ്ടത്. അതിന് യഥാർത്ഥത്തിൽ MV ഗോവിന്ദൻ പറഞ്ഞത് ഇതാണ്. കോൺഗ്രസ് അതെടുത്ത് കൊണ്ടുപോകുന്നതിൽ വലിയ കാര്യമില്ല. കോൺഗ്രസ് പറയേണ്ടിയിരുന്ന കാര്യം ഇതാണ്.